ഞങ്ങളുടെ ഫസ്റ്റ് ദുരിയാൻ ഹാർവെസ്റ്റ്. അതിനാണല്ലോ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം ദൈവം തന്നതാണ് അല്ലേ? അതെ അതെ. പ്ലാന്റ് ദുരിയാനല്ലേ? ദുരിയാനാണ്. പഴങ്ങളുടെ രാജാവിനെ വെക്കാൻ കാണിച്ച മനസ്സിന്റെ പ്രതിഫലം ദൈവം തന്നതാണ് ഇത്രയും കായും കാര്യങ്ങളും. ഇന്നിപ്പോ അഭിമാനത്തോടെ ഓർക്കാമല്ലേ അത്? ഇതൊന്നും ഓർത്തോണ്ട് വെച്ചതല്ല പ്രിൻസേ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഓരോ പ്ലാന്റുകളും വീടിന് സറൗണ്ടിങ്ങിൽ തന്നെ വെച്ച് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട്, നമുക്ക് അതിന്റെ ഫലം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അതിന്റെ വളർച്ച കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികളെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിനൊക്കെ ഒരു പ്രത്യേക അഭിനന്ദനം ഞാൻ അറിയിക്കുക. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമല്ലാത്തതും എന്നാൽ മലേഷ്യയിലും തായ്ലൻഡിലും സുലഭമായിട്ടുള്ള ദുരിയാൻ അടക്കമുള്ള ഫലവൃക്ഷങ്ങളുടെ ശേഖരത്തിന്റെ ഉടമയായ ആനപ്പാറ അപ്പൻചേട്ടന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. പഴങ്ങളുടെ രാജാവായ ദുരിയാന്റെ വിളവെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ഞങ്ങളുടെ ഫസ്റ്റ് ദുരിയാൻ ഹാർവെസ്റ്റ്. അതിനാണല്ലോ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം ദൈവം തന്നതാണ് അല്ലേ? അതെ അതെ. പ്ലാന്റ് ദുരിയാനല്ലേ? ദുരിയാനാണ്. ഇതാണ് ദുരിയാൻ. ഇത് ഒട്ടും ആൾക്കാർ കേൾക്കാതിരുന്ന കാലഘട്ടത്തില് ഇത് ഇങ്ങനെ ഒരു പ്ലാന്റിങ് നടത്താനുള്ള ചിന്ത ഉണ്ടായത് എങ്ങനെയാ? അത് എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്, എൻ്റെ ഒരു മലേഷ്യയിൽ നിന്ന് വന്നൊരു ഫ്രണ്ട് ഇങ്ങനെ ഈ ദുരിയാന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഒരു വൃത്തികെട്ട മണമാണ് ഇതിന്റെ പഴത്തിന്, പക്ഷെ ഭയങ്കര ഏറ്റവും വില കൂടിയ, ലോകത്തിലെ ഏറ്റവും വില കൂടിയ പഴമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിന് തൈ കിട്ടുമെങ്കിൽ ഒരെണ്ണം മേടിച്ചു വെക്കണമെന്ന്. അങ്ങനെ ഏതാണ്ട് 15-16 കൊല്ലങ്ങൾക്ക് മുമ്പ് മേടിച്ചു വെച്ച തൈയാണ് ഈ ആണ്ടിത് പൂത്ത് കായ്ച്ചത്. ഞാനിത് ചോദിക്കാൻ കാരണം, ഞാൻ പല പ്രാവശ്യം മലേഷ്യക്ക് പോയിട്ടുണ്ട്, തായ്ലൻഡിൽ പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റില് വളരെ ഇതായിട്ട് മലയാളികൾ കൂടുതൽ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. ഞങ്ങളും വാങ്ങി കഴിച്ചിട്ടുണ്ട്. സാറ് ചേട്ടൻ പറഞ്ഞ് ശരിയാണ്, ഇതിനൊരു മണമുണ്ട്, അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നല്ല ഫ്രൂട്ട് അല്ലേ? ഏറ്റവും നല്ല ഫ്രൂട്ടും. എനിക്ക് ഈ ഫ്രൂട്ടിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഈ ഫ്രൂട്ട് കാണുന്നത്. എന്റെ മരത്തിൽ ഇത് പൂത്ത് ഇത് കായ്ച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്രൂട്ട് ഞാൻ കാണുന്നതും ഇത് ടേസ്റ്റ് ചെയ്യുന്നതും. മണത്തെ കുറിച്ച് പറഞ്ഞു, അത്രയും ഒരു വലിയ മോശമായ മണം നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു മണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, എല്ലാ മണവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല. അപ്പൊ ഇഷ്ടപ്പെടാത്ത അഭിപ്രായം പറയുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അല്ലാതെ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ മോശമായ മണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. 15 വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഇത് കൃഷി ചെയ്തേ? അതെ. ഇത് ഇപ്രാവശ്യം ആദ്യം കായ്ക്കുന്നത് അല്ലേ? ആദ്യം കായ്ക്കുന്നു. എത്ര കായ ഉണ്ടായിട്ടുണ്ട്? ഇതൊരു എനിക്ക് തോന്നുന്നു 75 കായെങ്കിലും ഏറ്റവും കുറഞ്ഞതാണ്. അപ്പം ആദ്യത്തെ വർഷം തന്നെ അത്രയും കായ ഉണ്ടായെങ്കിൽ നല്ലൊരു കാര്യമല്ലേ? അതെ. ഞാൻ പറഞ്ഞില്ലേ, എത്ര ഉണ്ടാകും എന്നുള്ള ഒരു വിവരം എനിക്കില്ലായിരുന്നു. ഇത് പൂത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ പൂക്കൾ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. സാധാരണ വളപ്രയോഗമൊക്കെയാണ് നടത്തിയത്? പ്രത്യേകമായിട്ട് ഒന്നും ഇതേവരെ ചെയ്തിട്ടില്ല. നട്ടതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്നോട് ഈ നമ്മുടെ മെറ്റാ പോലെയുള്ള ആൾക്കാർ ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നതിന് പൊട്ടാഷ്യം, മറ്റ് ചാണകം ഇതെല്ലാം ആവശ്യം പോലെ കൊടുക്കണം. ഇതിന്റെ എണ്ണം വർദ്ധിക്കും, മുഴുപ്പ് വർദ്ധിക്കും. പൊട്ടാഷ്യം എപ്പോഴും നല്ലതാണല്ലോ, ഫ്രൂട്ടിന്റെ വളർച്ചയ്ക്കും മുഴുത്തതുണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാണല്ലോ, അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. എനിവേ, ഇതിപ്പം എത്ര ദിവസമായി ഇത് പറിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പം ഇന്നലെയാണ് ഇത് ആദ്യം വീണത്. ഇങ്ങനെ താഴെ വീണ് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ഇങ്ങനെ പഴുത്തല്ലോ എന്ന് മനസ്സിലാക്കുന്നത്. താഴെ വീണ് കഴിഞ്ഞ് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചെറിയ മണമുണ്ട്. പഴുത്ത് തന്നെയാണ് താഴെ വീണത്? പഴുത്തതാ വീഴുന്നത്. അത് ശരി. അപ്പൊ പൊട്ടി പോകുന്നില്ല? എത്ര ഉയരത്തിൽ? ചിലതിന് ചെറിയൊരു വിള്ളലുണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഇട്ടിരിക്കുന്നത് ഒരു 1/4 കിലോ ഒക്കെ ഉള്ളു അല്ലേ? സാധാരണ നമ്മൾക്ക് അവിടെയൊക്കെ മലേഷ്യക്ക് ഇതിന്റെ ഇരട്ടി മുഴുപ്പുള്ളതാണ് കാണുന്നത്. അന്നേരം ഇതിനു വേണ്ടി പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. തന്നെയല്ല, വെറൈറ്റി വ്യത്യാസമുണ്ട്. മണ്ണിന്റെ വ്യത്യാസം, കാലാവസ്ഥ വ്യത്യാസം. ഇപ്പൊ അവര് പറഞ്ഞത് ഇത് സീഡ്ലിംഗ് ആണ്, ബഡിന്റേതിന് വ്യത്യാസമുണ്ട്. അത് ചിലപ്പോ 1 കിലോ മുതൽ 2 കിലോ വരെ ഉള്ളതുണ്ടെന്നാണ്. ഇതല്ലാതെ വേറെ ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇത് സീഡ്ലിംഗ് ആണ്. ഇനി ബഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കുന്നത് ബഡ് ചെയ്തതാ, അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എരമ്പുള്ളത് കൊണ്ട് ഇപ്പൊ കായ്ച്ചില്ല. ഇപ്പൊ 7 വർഷമായതാ. ഇതിപ്പോ 15 വർഷമായതാ. ഇത് 15 വർഷമായ. ഇത് സീഡ്ലിംഗ്, അത് ബഡ്. ഓക്കെ. ഏതാണ്ട് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഈ റീസെന്റ് പ്ലേസിലൊന്നും ഇത്രയും മുഴുത്തൊരു പ്ലാന്റോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കൾട്ടിവേഷനോ നടന്നിട്ടില്ല. ഇങ്ങനെ ഒരു മരം ഉള്ളതായിട്ട് ഇവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആരും ഒരു അഭിപ്രായം അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ ചേട്ടൻ അഭിമാനിക്കാം. ഞാൻ ഇത് തന്നെയല്ല ചെയ്യുന്നത്, വേറെ പല ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലല്ല, പല ഫ്രൂട്ട്സ് മരങ്ങളും എനിക്കുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ ഒത്തിരി വീടുകളില് ഫ്രൂട്ട്സ്, വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം നഴ്സറിയിൽ നിന്ന് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് തുടങ്ങിയിട്ട് ഒരു 7 അല്ലെങ്കിൽ 8 കൊല്ലം പോട്ടെ, 10 കൊല്ലത്തിൽ കൂടുതലായിട്ടില്ല. ഇത് 15 കൊല്ലം മുമ്പേ ഇതിലേക്ക് വന്നില്ലേ? അതൊരു അഭിനന്ദനാർഹം തന്നെയാണ്. അങ്ങനെയുള്ള പല മരങ്ങളും ഉണ്ട്, ഞാൻ കാണിക്കാം. അത് ഇപ്പൊ അവിടെ നിൽക്കുന്ന അത് മംഗോസ്റ്റിന ഇപ്പൊ കായ്ച്ചു നിൽക്കുന്നു.
നമുക്ക് വേണമെങ്കിൽ അതിന്റെ വേണമെങ്കിൽ കായ ഒന്ന് കാണാം. കാണാം. മനസ്സിലായി? ഇതാണ് എന്റെ മംഗോസ്റ്റിൻ. ഈ ആണ്ട് ഒരുമാതിരി നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ടായിരിക്കാം. ഇത് എത്ര വർഷം പ്രായമുള്ളതാണ്? ഇതിപ്പോ ഒരു 11 വർഷമായി. 11 വർഷം. എത്ര വർഷമായി കഴിക്കാൻ തുടങ്ങിയിട്ട്? 3 വർഷം കഴിഞ്ഞു. 3 വർഷം, 4 വർഷമായി. 8 വർഷമായപ്പോ കഴിക്കാൻ തുടങ്ങി. ഈ ആണ്ടാണ് പറഞ്ഞ ഒരുമാതിരി നന്നായിട്ട് കായ്ച്ചിരിക്കുന്നത്. എല്ലാ കമ്പയിലും കായുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട ഒരു ചെടിയായത്. മിറ്റത്തായോണ്ട് വെള്ളം ഒഴിക്കാൻ എളുപ്പമല്ല. നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഈ ഒരെണ്ണേ ഉള്ളൂ, മംഗോസ്റ്റിൻ ഒന്നേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് പരിപാലിച്ചു. പരിപാലനം നന്നായിട്ടുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകതയും വേണ്ടേ, നമ്മുടെ മിറ്റത്തായതുകൊണ്ട് ഇതിന് നമ്മളുടെ കാർബൺ ഡയോക്സൈഡ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, വീടിനോട് അനുബന്ധിച്ചായതുകൊണ്ട്. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഒരുപാട് കാർബൺ അല്ല, എന്നാലും ഇപ്പം നമ്മളൊക്കെ ഇടയ്ക്ക് വരുന്നവരുടെ ആണെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അപ്പം ചേട്ടാ, ഇതും പഴങ്ങളുടെ രാജാക്കന്മാരിൽ പെടും അല്ലേ? ഇതും പഴങ്ങളുടെ രാജാക്കന്മാരെന്നാ പറയപ്പെടുന്നത്. പക്ഷെ രാജാക്കന്മാരിൽ ഒരാൾ അല്ലേ? പക്ഷെ ഇത് നമ്മുടെ എന്താ പറയുന്നത്, ദുരിയാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതെല്ലാം എന്നാ പറയുന്നത്. ഇപ്പൊ ആളുകൾ പറഞ്ഞും ഒക്കെ ഉള്ള അറിവേ എനിക്കുള്ളൂ ഇങ്ങനെ പറയപ്പെടുന്നത്. ടേസ്റ്റ് കൊണ്ടാണോ ഇതിന്റെ വില കൊണ്ടാണോ അങ്ങനെ? ഇത് നമ്മുടെ കുടംപുളി ഇല്ലേ, കുടംപുളിയുടെ കുരു നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന ഇരിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ എനിക്ക് ഞാൻ ചോദിച്ചതല്ല, ഈ പഴങ്ങളുടെ രാജാക്കന്മാരെന്ന് പറയാൻ കാരണം ദുരിയാൻ ടേസ്റ്റ് അല്ല, അത് ടേസ്റ്റ് കൊണ്ടല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആണെന്ന് ഒരിക്കലും അതിനേക്കാളും ടേസ്റ്റ് ഉള്ള ഒരുപാട് ഫ്രൂട്ട്സ് കാണും. പക്ഷെ അവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെ ഓർത്തിട്ടായിരിക്കും. ഇപ്പൊ അവര് പറയുന്ന ധാരാളമായിട്ട് കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പിന്നെ ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്. ഇപ്പം ആളുകൾ പൊതുവെ പറയുന്നതാണ്. ഇന്നിപ്പോ ഒരാള് ഇത് കണ്ടുവച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ പഴം, ഈ ദുരിയാൻ, ഇത് ക്യാൻസറിന് നല്ലതാണെന്ന് പറഞ്ഞു. നമുക്ക് ഇതിനെ കുറിച്ചുള്ള അറിവൊന്നുമില്ല. അങ്ങനെ ഒരു പബ്ലിസിറ്റി നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ശരിയാണോ തെറ്റാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇന്നിപ്പോ ആ പുള്ളി പറഞ്ഞു, ഇപ്പൊ അവരുടെ പിന്നെ ഇവിടുന്ന് സൗദിയിൽ നിന്ന് വന്ന അവരൊക്കെ ഇത് മേടിച്ച് കഴിക്കുന്നവരാ. അപ്പൊ ഈ ഇത് പറഞ്ഞാണ് ക്യാൻസറിന് നല്ലതാണെന്നും പറയാൻ മേടിച്ച് കഴിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ഫ്രൂട്ട് അവർക്ക് കൊടുത്തിങ്ങനെ. നമ്മുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നല്ലേ? ലുലുവിലുണ്ടെന്നാ പറഞ്ഞു, എറണാകുളത്തൊക്കെ അല്ലേ? ദുരിയാൻ ലുലുവിലുണ്ട്. പിന്നെ ഇപ്പം ഇവിടെ ഈ വലിയ വലിയ റെസ്റ്റോറന്റുകള്, ബേക്കറികള് അവിടെയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. അവരിത് മേടിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതിന്റെ ഫ്ലേവർ, ഈ ഐസ്ക്രീമിനൊക്കെ ഫ്ലേവർ ചേർക്കാനായിട്ട് ഇത് ദുരിയാൻ. പിന്നെ അവിടെയൊക്കെ ഫോറിനേഴ്സ് വരുമ്പോൾ അവർക്കും കൊടുക്കാമല്ലോ. അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ വലിയ വലിയ ഹോട്ടലുകാർക്കൊക്കെ. ഇനി ഇത് എന്തോരം മുഴുക്കും ഇത്? ഇത് ഇതിന്റെ വളർച്ച പറഞ്ഞു കഴിഞ്ഞാല് അല്ല, ഇത് ഒരു അരവാശം അപ്പൊ കാണുന്നില്ലേ, അതിന്റെ ഒരു പകുതി ഭാഗം അത്രയും കൂടെ മുഴുപ്പുണ്ടാവും. അപ്പം ഇനി എത്ര മാസം കൊണ്ട് വേണം ഇതിന്? ഇത് എനിക്ക് തോന്നുന്നു ഒരു സാധാരണഗതിയിൽ ഒരു ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഇതിപ്പം മെയ്യല്ല, ഈ അണ്ടിച്ചിട്ട് നേരത്തെ ഇത് പൂത്തു. അതുകൊണ്ട് ചിലപ്പോ ഒരു ജൂലൈ ആകുമ്പോഴേക്കും, ജൂൺ മാസം കഠിന വെയിലല്ലായിരുന്നോ? നന്നായിട്ട് വെള്ളം കൊടുക്കും. ഇഷ്ടംപോലെ വെള്ളം നമുക്കുണ്ട്. വെള്ളം കൊടുത്തു. അപ്പൊ കഴിഞ്ഞ വർഷം ഇരട്ടി മുഴുപ്പ് വരും അല്ലേ? ഒരു കാര്യം പറയാമല്ലോ, കഴിഞ്ഞ വർഷം മുഴുത്ത കായായിരുന്നു, ഇതിനേക്കാൾ മുഴുത്ത കായായിരുന്നു. പക്ഷെ എണ്ണത്തിൽ കുറവായിരുന്നു. അതിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്കയ്ക്കൊക്കെ ഈ മഞ്ഞക്കാരം പിടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞ വലുതായി പോയി. ഈ കായ്ക്ക് മഞ്ഞക്കാരം പിടിച്ചു. അപ്പൊ അതിന് നമുക്ക് കഴിക്കാൻ പറഞ്ഞാൽ യോഗ്യമല്ലായിരുന്നു. ഭക്ഷ്യയോഗ്യമല്ലായിരുന്നു. അപ്പം ചേട്ടാ, അപ്പൊ നമ്മളിപ്പോ 2 വെറൈറ്റി ഫ്രൂട്ട്സ് കണ്ടു. ഇനി നമുക്ക് വേറെ പുതിയതായിട്ട് തന്നെ വെച്ചിരിക്കുന്നത്, അതേ പഴയത് വെച്ചതുകൊണ്ടോ? പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്നത് റംബൂട്ടാനാണ്. ഒരു 25 കൊല്ലം മുമ്പ് ഞാനിവിടെ ഒരു റംബൂട്ടാൻ ഈ മുറ്റത്ത് വെച്ചിരുന്നു. അത് ഈ നാടൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നാടനും ബഡും കൂടെ ചേർന്നതായിരുന്നു. അതിനെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫ്ലഷ് കുറവായിരുന്നു. അപ്പം അത് കുരുവ് ഇങ്ങോട്ട് ഊർന്നു പോരാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പൊ ആ മരം ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ കളഞ്ഞു. അത് കളഞ്ഞിട്ട് ഇപ്പം പുതിയതായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇപ്പൊ വ്യാപകമായിട്ട് ചെയ്യപ്പെടുന്ന പറയുന്നത്. ഒരെണ്ണം ഞാൻ വെച്ചു. എനിക്ക് 4 എണ്ണം ഉണ്ടായിരുന്നു. 4 വെട്ടി കളഞ്ഞിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പുതിയ വെറൈറ്റി N18 ഇതിൽ ഇത് N18 പെട്ടതാണ്. ഇയാണ്ട് താമസിച്ചാ പൂത്തത്. കാലാവസ്ഥയുടെ ഈ പ്ലാന്റുകളെല്ലാം മുറ്റത്തിന് വീടിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. പരിചരണം എളുപ്പമാണ് അല്ലേ? പരിചരണം ഉണ്ട്. പിന്നെ ഇത് കാണാനൊരു പിന്നെ തണലുമാണ്. കഴിക്കാൻ തന്നെയല്ല, ഇത് കാണുന്നതിനകത്ത് ഒരു ആനന്ദം എനിക്കുണ്ട്. പിന്നെ ഇത് നമുക്കറിയാമല്ലോ, പിന്നെ ചിക്കു എന്ന് പറയും മലയാളത്തിൽ. നമ്മളെ ഇതിന് വേറൊരു പേരാണല്ലോ പറയുന്നത്, സപ്പോട്ട. എനിക്ക് പ്ലാന്റ്സ് എല്ലാം ഇത് സപ്പോട്ടയാണ്. അതുപോലെ ഞാൻ കണ്ടേ, ഇത് കണ്ടില്ലേ നമ്മുടെ ജാതി, അതും മുറ്റത്താണെന്ന്. അത് എനിക്ക് താഴെ ജാതി തോട്ടമുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതേ അതിന് ഇതും കാണാനായിട്ട് വെച്ചത്. എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും മുറ്റത്ത്. ഇതിപ്പോ ഇയാണ്ട് പൊതുവേ ജാതിക്കാ കുറവാണ് കേട്ടോ.
പൊതുവെ ജാതിക്ക കുറവാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയിൽ ഇത് ഇങ്ങനെ 1-2 മരങ്ങളുണ്ട്. അതേ ഒരു മാതിരി കായുണ്ട്. ബാക്കിയുള്ളതൊക്കെ മോശമായുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിധി വരെയും എല്ലാ പ്ലാന്റ്സും നമ്മുടെ വീടിനോടനുബന്ധിച്ചായതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഞാനിത് വെക്കുന്നത് വേറൊരു കാര്യങ്ങളുണ്ട്. ഇതിപ്പോ എന്റെ 2 പിള്ളേരും വിദേശത്താണ്. അപ്പൊ അവരുടെയൊക്കെ മക്കൾ വന്നു കഴിയുമ്പോൾ ഇതിപ്പം ഇങ്ങനെ അവർ നട്ട്പക്ക് എന്നാ പറയുന്നത്, നട്ട്പക്ക്. അപ്പൊ ഈ നട്ട്പക്ക്, ഇതാണ് നട്ട്പക്ക് എന്ന് പറഞ്ഞാൽ, ഓ ഇതാണോ സാധനം എന്ന് വെച്ചാൽ അവർക്കൊന്ന് കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കാണാനും ഇതാണ് ഈ സാധനം എന്ന് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. പേരെന്നായിരുന്നു പറഞ്ഞത്? ഇതാ റംബൂട്ടാൻ. അല്ലല്ല, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് ലോങ്ങാൻ. ലോങ്ങാൻ നമ്മുടെ ഇവിടെ വളരെ റയറായിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ലോങ്ങാന്റെ നാടൻ മരവാ, സീഡ്ലിംഗ്. ഇതോ? കഴിച്ചിട്ടില്ല ഇതവര്. ഇത് ലോങ്ങാൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണോ? ഇത് വീട്ടിൽ നിപ്പുണ്ട്, ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാ. പക്ഷേ എനിക്കുണ്ടല്ലോ, ഇത് ഇതുവരെ എന്നാ പ്ലാന്റ് കായ്ച്ചിട്ടുമില്ല, എന്നാ പ്ലാന്റ് ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് കായ്ച്ചിട്ടില്ല, ഇത് സീഡ്ലിംഗ്. ഞാൻ കുറെ പ്ലാന്റുകൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ചായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇതാണ് കേട്ടോ, ഈ പിന്നെ ഡ്രാഗൺ. നല്ല ഡ്രാഗൺ ഇതല്ലേ കായ്ച്ചു കിടക്കുന്നു. ഇത് കായുണ്ട്, പൂവുണ്ട്. ഇത് മഞ്ഞയാണോ? അല്ലല്ല, മഞ്ഞയല്ല, ഇത് ബ്ലഡ് റെഡ് ആണ്. നല്ല അത് ഇനിയിപ്പോ വെള്ളപ്പൂവാ. ഇത് വിടുന്ന് കഴിയുമ്പോ വെള്ളയായിരിക്കും. പക്ഷെ ഇപ്പൊ ഇതാണ് അതിന്റെ കാ. കണ്ടോ, ഇതാണ് കാ. ഇനിയിപ്പോ ഇതൊരു 10-20 ദിവസത്തിനകം ഇത് മൂക്കും. 26-27 ദിവസം അത്രേ ഉള്ളൂ. അപ്പൊ ഇത് മുറിക്കുമ്പോ നല്ല റെഡാണ്. അല്ല, ഈ സാധനം എനിക്കും ഉണ്ട്, പക്ഷെ ഈ പൂ കണ്ടോണ്ട് പൂ ഇനിയിപ്പോ ഇത് വിടുന്ന് കഴിയുമ്പോ വെളുത്ത പൂവായിരിക്കും. ഇത് പടവന്റെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നാ. നമ്മുടെ പാലായിലെ. ഇത് ലോങ്ങാനല്ലേ? ഇതാണ് ഈ ലോങ്ങാൻ എന്ന് പറയുന്ന മരം. ഇതും ഈ പറഞ്ഞതുപോലെ ഈ ദുരിയാന്റെ കണക്ക്. എനിക്ക് ഈ മരത്തെ കുറിച്ചോ ഇതിന്റെ പഴത്തെ കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇതിന്റെ പഴത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇത് ഇഷ്ടം പോലെ മലേഷ്യയിലുള്ള സാധനമാണ്. ഇത് ഈ ചെറിയ വളരെ കട്ടി കുറഞ്ഞ തോലാണ് ഇതിനുള്ളത്. എന്നിട്ട് ഇത് പൊട്ടിച്ചു കഴിയുമ്പോൾ അത് നിറച്ചും നല്ല മാംസളമായ ഇതാണുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. കുരുവുണ്ട്, കുഞ്ഞു കുരുവുണ്ട്. ഇതാണ് അത്. ഇത് പക്ഷെ മൂപ്പായിട്ടില്ല കേട്ടോ. അതില് മൂപ്പായി ചെറുതായിട്ട് ഞെക്കുള്ളൂ. ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് മൂത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതാണോ? ഇതിനിപ്പോ ഒരു 8 കൊല്ലത്തെ പഴക്കമുണ്ട് ഈ മരത്തിന്. കഴിഞ്ഞ വർഷം കായ്ച്ചായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യമാണ് ഇത്രയും കൊലയായിട്ട് ഇപ്പൊ കായ്ച്ചു കണ്ടത്. ഇതിനകത്ത് ഈ ഒരു കൊലയിലേ ഇതുണ്ടോ, ഈ നിൽക്കുന്ന ഇതുണ്ടല്ലോ, ഇതാ ഈ ഒരെണ്ണം മാത്രം ചിലപ്പം മൂത്തതായിരിക്കും. ഒന്ന് നോക്കിയേക്കെ, ഈ ഒരു കായ, ഈ ഒരെണ്ണം മാത്രം. ഇത് മൂപ്പായിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ചു നോക്കി. ഇത് പ്രിൻസ് ഒന്ന് പൊട്ടിച്ചു നോക്കിയോ? പ്രിൻസ് തന്നെ പൊട്ടിച്ചു നോക്കി. ഇതുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇതിന്റെ കട്ടി കുറവാണ്, ബാക്കി മുഴുവനും മാംസളമായ ഭാഗമാണെന്നും അകത്തൊരു കുരുവുണ്ട്. പക്ഷെ കുരു മുഴുത്താ കേട്ടോ. എന്നാലും നല്ല മാംസളമല്ലേ? ഞാൻ ഇത് ഞങ്ങള് കഴിച്ചതാണ്. ആണോ? എങ്ങനെയുണ്ട് പ്രിൻസ് ടേസ്റ്റ്? അല്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കഴിഞ്ഞ് മുഴുത്ത കുരുവിന് മുഴുപ്പ് കൂടുതലുണ്ട്. അപ്പൊ പലരും പറഞ്ഞ് കുരു ചെറുതായിരിക്കും. ഇതിന് തന്നെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളത് ഇത് ഓൾ സീസൺ എല്ലാ സീസണിലും ഉണ്ടാകുന്ന പറഞ്ഞ. ഇത് ഓൾ സീസൺ അല്ലേ? ഓൾ സീസൺ. ഇത് ഫുലാസ എന്ന് പറയുന്ന സാധനം കേട്ടോ. അത് നമുക്ക് ഇവിടെ സാധാരണമായിട്ടുണ്ട്. പക്ഷെ ചെയ്യാണ്ട് അതേ ശരിയായിട്ട് കായ്ച്ചില്ല. ഏറ്റവും നല്ല വില കൂടിയ സാധനം. ഒരു മരത്തിൽ നിന്ന് 10,000-20,000 ഒക്കെ കിട്ടുന്ന ചിലർക്ക്. ഇത് ശരിക്കും കായ്ച്ചായിരുന്നു. ഇപ്രാവശ്യം മുഴുപ്പ് വെക്കുന്നില്ല. ഈ ഒരു മോഡലിൽ പോണം കാര്യങ്ങൾ. നല്ല മുഴുപ്പ് കഴിക്കൊണ്ടിരുന്ന ഈ പ്രാവശ്യം അത്ര ശരിയായില്ല. ഉല്ലാസൻ ഇത് കാലാവസ്ഥയുടെ ആണോ ഇത്? ഉണ്ട്, കായ ഉണ്ടോ അവിടെ മുകളില്, പക്ഷെ അത് പോരാ. ഇപ്രാവശ്യത്തെ ഈ ഫിലാൻസൻ കായ്ച്ചിരിക്കുന്നത് എല്ലാം ഉണ്ടല്ലോ സാധാരണയിൽ കഴിഞ്ഞ് ചെറുതായിട്ടാണ് അല്ലേ? അങ്ങനെയായിരിക്കും. അല്ല, ഇതേ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം മുഴുത്ത പ്ലാന്റ് അരവയസ്സിൽ മുഴുപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് അല്ലേ സാധനം? നല്ല ടേസ്റ്റാ. ഇതാണ് ദുരിയാൻ ബെഡ്. പക്ഷെ ഇതിപ്പോ വെച്ചിട്ട് 5-6 വർഷമായതാ. അപ്പറയുള്ള ആ എരുമ്പ് കൊണ്ടൊക്കെ ആയിരിക്കും കായ്ച്ചിട്ടില്ല. ഈ ദുരിയാൻ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്ലാന്റിന്റെ വളർച്ചയിലും ഘടനയിലും വ്യത്യാസമുണ്ട്. കായ്ക്കും മുഴുപ്പ് വ്യത്യാസം ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. നമ്മളിപ്പോ കായ്ച്ചു കണ്ടിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് കാഴ്ചയിലും വ്യത്യാസമുണ്ട്, ഘടനയിലും വ്യത്യാസമുണ്ട്. ജാതി മോഡലിലാണ് ഇതിന്റെ. അല്ല, ആ മരം ഇതുമായിട്ട് നമ്മൾ നോക്കുമ്പോഴേ ഡിഫറെന്റ് ആണ്.
അത് ശരിക്കും ഒരു സാധാരണ മരം പോകുന്ന പോലെ പോയി. അത് ഇനിയും പോകുന്ന പറയുന്നത്. അതെ, അപ്പൊ നമ്മുടെ നാട്ടിലുള്ള മരങ്ങൾ പോലെ പോയി. ഇത് ശരിക്കും ജാതി പോലെ എല്ലാ സൈഡിലേക്കും ലീഫുമായിട്ട്. അങ്ങനെ കുരുമുളകും മുറ്റത്തുണ്ടല്ലേ? കുരുമുളക് കൃഷി ഇതും ഒക്കെ എല്ലാ സാധനവും മുറ്റത്ത് പിള്ളേരെ കാണിക്കാമല്ലോ. അതാ ഞാൻ പറഞ്ഞേ, എല്ലാ സാധനവും വീടിനനുബന്ധിച്ചാണ്. പെപ്പർ എന്ന് പറയാലോ. പെപ്പർ ഇതിപ്പോ വെച്ചിട്ടൊരു 2.5 വർഷമായത്. ഇത് പന്നിയൂറല്ലേ? ഇപ്പൊ ഇത് എന്നതാ? അതെ, പന്നിയൂറല്ല, അല്ല കരിമണ്ടയാ. ഇത് കരിമുണ്ടയുടെ വെറൈറ്റി. അതിന്റെ നീളം കണ്ടോണ്ട്, ചരടിന്റെ നീളം കണ്ട ഞാൻ പന്നിയൂറാണ്. അല്ല, കരിമണ്ടി അടുത്ത് ചെന്ന് കണ്ടപ്പോ മനസ്സിലായി കരിമണ്ടിയാണ്. ഇതിപ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ചെറിയ കമുകിൻ തോട്ടമുണ്ട്. ആ കമുകിനകത്തും ഇത് വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പിന്നെ പൈപ്പ് ഇട്ടിട്ടേ ചെയ്തിട്ടുണ്ട്. ഇത് പൈപ്പിൽ അട്ടക്കാല് പിടിക്കോ? അട്ടക്കാല് പിടിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം വല്ല കാറ്റ് പോലും ഉണ്ടായിട്ടേ എടുത്ത് അട്ടക്കാല് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ പൈപ്പ് പിടിച്ചിരിക്കുന്ന അട്ടക്കാലല്ലേ, ഇത് സ്വമേധയാ പിടിക്കുന്ന അട്ടക്കാല്. ആ അട്ടക്കാലിൽ തന്നെ പിടിച്ച് നിൽക്കുക, കെട്ടാതെ ഇല്ലല്ലോ? നിൽക്കും. പക്ഷെ വല്ല കാറ്റ് ഇതുണ്ടോ? ഇപ്പൊ ഇത് നമ്മൾ കെട്ടിയതാ. എന്നാൽ പോലും ഇതിന്റെ മുകളിങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്ന് പോകുന്നുണ്ടോ? അപ്പൊ ഇതിന് വെയിറ്റ് കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ വേണേ ഇരിക്കും. ഈ അട്ടക്കാലൊക്കെ പിടിച്ചിരുന്നതാ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് അട്ടക്കാല് പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ വള്ളി കിട്ടിയപ്പോ പ്ലാസ്റ്റിക് ഇട്ടാ കെട്ടിയിരിക്കുന്നത്. ഇതുകൊണ്ട് അട്ടക്കാല് പറഞ്ഞു പോന്നിരിക്കുന്നത് വെയിറ്റ് കൂടി. ഇപ്പം കണ്ടോ, ഈ പൈപ്പേലേ ഈ കുരുമുളക് കൃഷി സ്റ്റാർട്ട് ചെയ്ത അവസരത്തില് പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഇതിൽ അട്ടക്കാല് പിടിക്കുമെന്ന്. അപ്പൊ അട്ടക്കാല് പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം ഇതിന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്റെയും ഒരു കൺസെപ്റ്റ് അത് തന്നെയായിരുന്നു. പക്ഷേ അതേലൊന്നും ഞാനിവിടെ ഒരു 10-20 എണ്ണത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരെണ്ണത്തെ പോലും ആ ഹോളിലോട്ട് ഇതിൽ അട്ടക്കാല് പിടിക്കാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്ന മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് പോലും അങ്ങോട്ട് കയറി പിടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹോളിൽ കൂടെ ചിലപ്പോൾ ചില ചെടികൾ ഇറങ്ങി വരും, വേറെ പ്ലാന്റ് ഇങ്ങോട്ട് വരും, ഇറങ്ങി വരും. അത് ചെറുത് വളരെ ശക്തിയുള്ളതാണ് കേട്ടോ. അതൊക്കെ പറിച്ചു കളയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഹോളിന് മുഴുപ്പ് കൂട്ടിയ കാര്യമുണ്ടോ? അതെനിക്കറിയത്തില്ല, നമ്മളങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. എന്നാലും ഭംഗിയായിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഒരു സാമ്പത്തിക വശം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഇത് ഒരു ഭംഗിക്ക്. അല്ല, ഈ കൃഷിയിലുണ്ടല്ലോ ഒരു 30% സാമ്പത്തിക ലാഭത്തിനല്ല. അത് അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ സാമ്പത്തിക ലാഭം നോക്കി നമുക്ക് ഇപ്പൊ ഒരു കൃഷി സാമ്പത്തിക ലാഭം നോക്കി ചെയ്തിരുന്ന ഒരു കൃഷി ആകെ ഉണ്ടായിരുന്ന റബ്ബറായിരുന്നു. അതും തീർന്നല്ലോ. അതും തീർന്നു. ഇപ്പൊ ഈ കുറച്ച് നാളത്തേക്ക് ഇച്ചിരി വില കൂട്ടി വെക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ മാവ് ഉണ്ടല്ലേ? മാവുണ്ട്. മാവ് പല വെറൈറ്റി മാവുകളുണ്ട് നമുക്കിവിടെ. കരിയാപ്പ് വരെയുണ്ട്. കരിയാപ്പുണ്ട്, എല്ലാ കൂട്ടവും ഉണ്ട്. നമുക്ക് വേണമെന്നൊരു ആ കമുകും കൂടെ കാണാം കേട്ടോ. ഇത് നമ്മുടെ പറമ്പിന്റെ അതിരല്ലേ? അതെ, തോടാതിര്. അതിരൊക്കെ മുഴുവൻ തേക്ക് വെച്ചിട്ടിരിക്കുകയാണ്. തേക്ക് മുഴുവൻ കൊടി കിട്ടും, എല്ലാം കൊടി കിട്ടും. പലരും പറയായിരുന്നു തേക്കെ കൊടി ഇട്ടിട്ട് ചിലപ്പോ ഈ തേക്കിന്റെ പോള ഇങ്ങനെ പൊളിഞ്ഞു പോകുമ്പോ കൊടിയും കൂടെ പോകും. പക്ഷെ അങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെയുള്ള അനുഭവം എനിക്കുണ്ടായിട്ടില്ല. കെട്ടിക്കൊടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോഴേ ഈ തേക്കിനെല്ലാം വണ്ണം വെച്ച് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇതിന്റെ തൊലിക്ക് വ്യത്യാസം വരും. ആ വ്യത്യാസം വരുന്ന സമയത്ത് ഈ അട്ടക്കാല് അതേന്ന് ഊർന്നൂർന്ന് പോരും. അങ്ങനെ എന്റെ തേക്കെന്ന് പല പ്രാവശ്യം ഊർന്നു പോന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കെട്ടിക്കൊടുക്കുവാണെങ്കിൽ പ്രിൻസ് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പൊ തേക്കിന്റെ ഇത് കണ്ടോ, ഈ കൊടി എല്ലാം മുകളിലോട്ട് കയറി ഇല്ല. ഇത് ഈ വണ്ണം കുറവല്ലേ? ഞാൻ പറഞ്ഞത് 35-40 ഇഞ്ച് വണ്ണം ആയതിനു ശേഷം എന്റെ അനുഭവത്തിൽ നിന്ന് ഇതെല്ലാം ഇപ്പൊ 30 ഇഞ്ച് താഴെ വണ്ണമുള്ളൂ. 40-45 വണ്ണം ആയി കഴിഞ്ഞ തേക്കുകളിൽ നിന്നെല്ലാം എന്റെ കൊടി ഊർന്നു പോയി. അതിന്റെ കാരണം ഇതാണ്. അത് സമയത്ത് എനിക്ക് കെട്ടിവെക്കാൻ ഒത്തില്ല, നോട്ടം ചെന്നില്ല. അതിനാണ് ഇത് സംഭവിച്ചത്. 50 തേക്ക് നട്ടിട്ട് അത് ഞാനിപ്പോ കൊടിയിട്ട് വിട്ടിട്ടുണ്ട്. ഞാൻ 12 അടി പൊക്കത്ത് വെച്ച് മുറിച്ച് തേക്ക് മുറിച്ചിട്ട് 2 സൈഡിലേക്കുള്ള ലെയറെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് മുകളിലേക്ക് ലെയർ വളർത്തിയല്ല. എന്റെ പദ്ധതിയിൽ എല്ലാവരും വരുന്നവർ ചോദിക്കുന്നുണ്ട്, കയറാൻ തുടങ്ങിയതേ ഉള്ളൂ, എന്നാലും എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കഴിയുമ്പോൾ ഈ അട്ടക്കാല് പറഞ്ഞ് ഇത് താഴെ പോകത്തില്ല. എന്റെ പദ്ധതി ഇരിക്കുന്ന എന്നാ ചോദിച്ചാൽ നിശ്ചിത അകലത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് മുകളിലോട്ട് പൊങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഈ ക്രോസ് വരുന്നതില്ലേ, അതിലേക്ക് ഇതിന്റെ ഈ വള്ളി നമുക്ക് പടർത്തിയിടാൻ പറ്റും. പക്ഷെ നമുക്ക് അപ്പൊ തേക്കിന്റെ ഒരു പ്രയോജനം കിട്ടുമോ? തേക്കിന് പ്രയോജനം കിട്ടിയല്ല. നമ്മൾ കൊടിയെ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം ഒരു ഈ കൊടി എന്ന് പറഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ഇത് പോകാം. അപ്പൊ ഇനി അത് അങ്ങനെ പോയാലും കുഴപ്പമില്ല. നമുക്ക് ഈ തേക്ക് ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴേക്കും ഇത് നമുക്കൊരു ആദായമാണ്. അതെ, ആദായമാണ്. പക്ഷെ നമുക്ക് അന്നേരം ഈ തേക്കിന്റെ എരമ്പ് കൂടുമ്പോൾ കൊടിയുടെ കായ് കുറയും. അതുണ്ട്, അത് എരമ്പ് നമ്മളിപ്പോ ഇറക്കണം. അപ്പൊ ഇതിനകത്ത് വേറെ ഗുണങ്ങളുണ്ട്. ഞാൻ ചെയ്യുന്നതിനകത്ത് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ക്രോസ് ഓരോ പൈപ്പ് ഇപ്പം നമ്മുടെ ഈ
കുരുമുളകിന് കണ്ടതുപോലെ തന്നെ ഒരു പൈപ്പ് ക്രോസ് വെച്ച് കെട്ടി അതേക്കടെ ഇതിങ്ങനെ ഹാങ് ചെയ്ത് അങ്ങനെ വിടാം. അങ്ങനെ വിടാം. അതിപ്പോ നമ്മുടെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓസ് ഉണ്ടല്ലോ ആ പൈപ്പ് അതേ വേണത് അത് ചെയ്യാം. അത് തമ്മിൽ ബന്ധിപ്പിച്ചോണ്ട് അതെ, അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പ്ലാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. വേണം ചെയ്യാതെ. തോടാണോ? ആ, വെരി ഗുഡ്. അപ്പൊ നല്ലൊരു ക്ലൈമറ്റിലാണ് താമസിക്കുന്നല്ലേ. ഇത് ഏത് തോടാ ഇത്? ഇത് ഈ കൊടുമ്പടി ഇല്ലേ, കൊടുമ്പടി ആ കണ്ടത്തിന്റെ അവിടുന്ന് മുകളിൽ നിന്ന് വരുന്ന തോടാണ്. ഇതിനകത്ത് എപ്പോഴും നല്ല, പണ്ടൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മീൻ കയറുന്ന തോടായിരുന്നു ഇത്. കാരണം ഈ കണ്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം വെച്ചു. അപ്പൊ അതിനുള്ള ഒരു ചെറിയ ചൂടും ഇതൊക്കെ ഉണ്ട്. ഇതിപ്പം 2 വർഷമായതാ കേട്ടോ ഇത് വെച്ചിട്ട്. ഈ കമുക. ഈ കമുക ഇത് മംഗളയുടെ ഏതനവാ? മംഗളയുടെ ഇനത്തിന്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. കുള്ളനാ അല്ലേ? കായ്ക്കാൻ തുടങ്ങി. കായ്ക്കാൻ തുടങ്ങി. അവിടെ കഴിച്ചോണ്ട് കാണിക്കാം. ഈ പ്ലാവ് ഏത് വെറൈറ്റിയാ? ഇത് നമ്മുടെ പിന്നെ വിയറ്റ്നാം. ഇത് വിയറ്റ്നാം. ആ നിൽക്കുന്ന ആയുർ. ഇത് ഞാൻ മുറിച്ചു വിട്ടതാണേ. എല്ലാ പ്ലാവുകളും മുറിച്ചു വിടുന്ന നല്ലത്. അത് ഒത്തിരി പൊക്കത്തിലല്ലാതെ കായ് കിട്ടുകയും ചെയ്യും. 1-2 ഏക്കർ ഒടിഞ്ഞു വീണ്. അത് കാരണം അങ്ങനെ. ഇത് കണ്ടോ, ഇതൊക്കെ ആദ്യം കുലച്ച കമുക. ഇതാണ് ഇതിനകത്ത്. അതിനിപ്പോ ആ ഉണ്ടാക്കിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കായെന്ന് എനിക്ക് ഇതുണ്ടോ. ഇത് അടുപ്പം കൂടുതലുണ്ടോ ചേട്ടാ? അടുപ്പം ശകലം കൂടുതലുണ്ട്. കാരണം അപ്പുറേ തോടാണല്ലോ എന്ന് ഓർത്ത് ചെയ്തതാ. പക്ഷേ ഈ 2ാമത്തെ നേരം വെച്ച് കഴിഞ്ഞപ്പം ഇച്ചിരി അടുപ്പം കൂടുതലായിട്ട് വന്നു. കാരണം ഇതിന്റെ എങ്ങനെ വന്നപ്പോഴേ ചോല വന്നല്ലോ. അല്ലെങ്കിൽ ഇത് ഈ സൈഡാണെങ്കിൽ പിന്നെ തോടല്ലേ അവിടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.